الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤت كل ذي فضل فضلا وإن تولوا فإني أخاف عليكم عذاب يوم كبير اتقوا الله عباد الله ഉസിക്കും വഇയ്യായ ബിതഖ്വല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ നാം ഉപജീവനം തേടാവൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റൂഹുൽ ഖുദുസ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നിരിക്കും. എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്ദേശം നൽകിയത്? അവിടെ നബി പറയാണ്, ഒരാത്മാവും തനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപജീവനം റിസ്ഖ് അത് തേടിപ്പിടിക്കാതെ മരിക്കൂല എന്നാണ്. അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തവഇബ റിസ്ഖഹാ. ഒരു നഫ്സും ഈ ദുനിയാവിൽ അല്ലാഹു പടച്ച ഏതൊക്കെ ജീവജാലങ്ങളുള്ളതെല്ലാം, വിശിഷ്യ മനുഷ്യർ, ഇൻസ്, അവർക്ക് എന്താണോ റബ്ബ് നിശ്ചയിച്ചത് അത് കിട്ടാതെ അവർ മരിക്കൂല. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. വഅജ്മിലൂ ഫിത്തലബ്, ഉപജീവനം തേടുന്നത്, അന്വേഷിക്കുന്നത് മാന്യമായ രൂപത്തിലാക്കുക, അഥവാ ഹലാലിൽ മാത്രം പരിമിതപ്പെടുത്തുക. വല യഹ്മിലന്ന അഹദകും ഇസ്തിബ്താഉ അർരിസ്ഖി അൻ യത്ലുബഹു ബിമഅസിയ, നിങ്ങളിൽ ആരും തന്നെ മഅസിയത്തിലൂടെ, അനുസരണക്കേടിലൂടെ, പാപത്തിലൂടെ അവന്റെ റിസ്ഖ് തേടാൻ നിർബന്ധിതരാകരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്നൊരു അവസാനിപ്പിക്കുമ്പോ, ജിബ്രീൽ എന്റെ ഹൃദയത്തിൽ ഇട്ടെന്നെന്താ? ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിത്വാഅ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ നേടാനാകൂല എന്നാണ് അല്ലാമത്തുൽ അൽബാനി അവിടുത്തെ സഹീഹുൽ ജാമിഇൽ 2085 നമ്പറായി കൊടുത്ത ഹദീസ്, അത് ഹസനായി സ്വീകാര്യോഗ്യമായ ഹദീസാണ്. നോക്കൂ, റിസ്ഖ് അന്വേഷിക്കുമ്പോൾ, ഉപജീവനം തേടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു കൊടുത്തത്, നബി നമുക്ക് പഠിപ്പിച്ചിരുന്നത്, റിസ്ഖ് തേടുമ്പോൾ ഒരിക്കലും നമ്മൾ അതിക്രമം കാണിക്കരുത് എന്നാണ്, ഹറാമായ മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്നാണ്, ചതിയും വഞ്ചനയും കാണിക്കരുത് എന്നാണ്, ഒരിക്കലും ഈമാനും ഇബാദത്തും ഈ റിസ്ഖിന്റെ മാർഗം തേടലിന്റെ ഭാഗമായി ഉപേക്ഷിക്കരുത് എന്നാണ്. അതായത് അള്ളാഹുവിൽ പരിപൂർണമായ തവക്കുലോടുകൂടി തന്നെ ഹലാലായ മാർഗത്തെ പിന്തുടരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ ശറഹിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. കാരണം റിസ്ഖിന്റെ, ഉപജീവനത്തിന്റെ ഉടമ, റിസ്ഖിന്റെ റബ്ബ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്. റിസ്ഖിന്റെ ഉടമ അല്ലാഹുവാണ്. നമ്മളൊരു ബേജാറാണ്. റിസ്ഖ് തരുന്നത് അല്ലാഹുവാണ്. റബ്ബ് പറഞ്ഞ വാക്കെന്താ? വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 39-ാമത്തെ ആയത്ത് നബിയോട് പറയാൻ വേണ്ടി പറയാണ്, ഖുൽ, പറഞ്ഞു കൊടുക്ക നബിയെ, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു,
തീർച്ചയായും എന്റെ റബ്ബ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തെ വിശാലമാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരൽപ്പം ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നതാണെന്ന്. പ്രിയമുള്ളവരെ, ഉപജീവനം, റിസ്ഖ് അത് വിശാലമായി നൽകുന്നത് അല്ലാഹുവാണ്, അത് കുടുസാക്കുന്നതും അല്ലാഹുവാണ്. അവന്റേതായ ചില താല്പര്യങ്ങളുണ്ട് അതിൽ. വല്ലാഹു തആല അലം. കാരണം നമ്മളൊക്കെ തഹ്ത മശീഅത്തില്ലാഹി വ ഖദരിഹി, അവിടെയാണ് നമ്മളൊക്കെ. ശരി പ്രിയമുള്ളവരെ, ഉപജീവനം, റിസ്ഖ് വിശാലമായി ലഭിക്കുന്നതിനുള്ള ചില മാർഗങ്ങളെപ്പറ്റി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, അല്ലാഹുവും പിന്നെ അവന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായി ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അല്ലാഹുവോട് സദാ ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്നവരാകുക എന്നതാണ്. ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന വിവിധ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് റിസ്ഖിന് അല്ലാഹു വിശാലമാക്കി കൊടുക്കുമെന്നാണ്. അല്ലാഹു പറഞ്ഞ ആയത്തെന്തറിയോ? ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ റബ്ബ് വിശാലമായ മഗ്ഫിറത്ത് നൽകുന്നവനാകുന്നു. 53-ാം അധ്യായത്തിന്റെ 32-ാമത്തെ ആയത്ത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പറയുന്നത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തില്ലായിരുന്നുവെങ്കിൽ അടിമകളും നാടുകളും നശിച്ചു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നുവെങ്കിൽ ആകാശം ഭൂമിക്ക് മേൽ പതിക്കുമായിരുന്നു, അതിലൊരു ജീവിയും അവശേഷിക്കുമായിരുന്നില്ല. അതുകൊണ്ട് മഗ്ഫിറത്ത് ഉണ്ടായേ പറ്റൂ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിച്ചേ പറ്റൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിൻ യാതൊരു കാരണവശാലും ഇസ്തിഗ്ഫാർ വൈകിപ്പിക്കാൻ പാടില്ല. അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം, എപ്പോഴും ഇസ്തിഗ്ഫാർ. കാരണം അള്ളാഹുവിൽ നിന്ന് ഇസ്തിഗ്ഫാറിനെ തേടാൻ ധൃതി കാണിക്കണമെന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇംറാൻ 133-ാമത്തെ ആയത്ത്. അല്ലാഹു പറഞ്ഞെന്തറിയോ? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കുവാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. രണ്ട് കാര്യത്തിന് വേണ്ടി ധൃതി കാണിക്കണമെന്നാണ്. ഒന്ന് പാപമോചനത്തിനു വേണ്ടിയും മറ്റൊന്ന് സ്വർഗത്തിനു വേണ്ടിയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടത് അത്രയത്. ഏത് ഈ വിശാലമായ സ്വർഗത്തിന്റെ മേഖലകൾ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം ഫീ ഖൗലില്ലാഹി തആല വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്ക് വേണ്ടി നിങ്ങൾ മുന്നിടുവിൻ എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം ഖാല ലിദുനൂബിക്കും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലിദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പഠിപ്പിച്ചിരുന്ന കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം തരൂ, മനുഷ്യരാശി തെറ്റ് ചെയ്യുന്നവരാണെന്നാണ്. മനുഷ്യരിൽ അബദ്ധങ്ങൾ പണയുമെന്നാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അത്തവ്വാബൂൻ വല്ലാത്തൊരു വാക്കാണ് പ്രയോഗിച്ചത്. ആദമിന്റെ സന്തതികളിൽ മുഴുവൻ ആളുകൾ തെറ്റ് ചെയ്യുന്നവരാണ്, പലരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമനാണ്. തെറ്റിൽ കിടന്ന് ചാടുന്നവനല്ല, അതിനെ പിടിച്ചു തൂങ്ങുന്നവനല്ല, അതിനെ ന്യായീകരിക്കുന്നവനല്ല. അത്തവ്വാബൂൻ, പശ്ചാത്തപിക്കുന്നവരെ നിരന്തരം അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുന്നവരാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദിനേന ഒരു റിവായത്തിൽ 70, മറ്റൊരു റിവായത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തി. ഒരു തെറ്റ് പോലും ചെയ്യാത്ത റസൂൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن ابن عمر قال رسول الله صلى الله عليه وسلم يا ايها الناس. സഹാബത്തിനെ വിളിച്ചിട്ട് നബി പറയാണ്, ജനങ്ങളോടായി നബി പറയാണ്, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറത്തിൻ, നിശ്ചയമായും ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുന്നു എന്നാണ്. ഇതിന് സ്വഹാബത്ത് സാക്ഷിയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി തന്നെ 100 മറത്തിൻ, 100 തവണ റബ്ബി ഗഫിർലി വതുബ് ഇലൈ,
അല്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയും അവനിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് എഴുന്നേറ്റ് പോകില്ലെന്ന്. അത്രത്തോളം ഇസ്തിഗ്ഫാറും തൗബയും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്യുന്ന ആളാണോ? അല്ല, മഅസൂമാണ്, പാപസുരക്ഷിതരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പാപമോചനം തേടിയത്, നിരന്തരം തൗബ നടത്തിയത് പാപങ്ങൾ കാരണമല്ല. എന്തുകൊണ്ട് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. വിനയത്തിന്റെ ഭാഗമായി, അള്ളാഹുവോടുള്ള നന്ദിയുടെ ഭാഗമായി, ആത്മീയതയുടെ പൂർണ്ണതയുടെ ഭാഗമായി, അതുപോലെ ഈ ഉമ്മത്തിനുള്ള ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന മാതൃകയാണ്. ഉമ്മത്തിന് മാതൃകയായി അള്ളാഹുവിലേക്കുള്ള തഖർറുബിന്റെ ഭാഗമായി ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്താറുള്ളത്, തൗബ നടത്താറുള്ളത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, തെറ്റ് ചെയ്യുമ്പോൾ മാത്രം നടത്താനുള്ള ഒന്നല്ല തൗബയും ഇസ്തിഗ്ഫാറും. ശരിക്കും ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ മാത്രം നടത്താനുള്ള ഒന്നല്ല തൗബയും ഇസ്തിഗ്ഫാറും. പിന്നെയോ അത് റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. നിസ്കാരം പോലെ ഇബാദത്ത്, നോമ്പ് പോലെ ഇബാദത്ത്, ഹജ്ജ് പോലെ ഇബാദത്ത്, ഉംറ പോലെ ഇബാദത്ത്, സ്വലാത്ത് പോലെ ഇബാദത്ത്. അല്ലാഹുവിനുള്ള ഇബാദത്താണ് ഇസ്തിഗ്ഫാർ. അല്ലാഹുവിനുള്ള ഇബാദത്താണ് തൗബ. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാം റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാം നമ്മുടെ റബ്ബിനോട് തൗബ നടത്തണം. അല്ലാഹു അക്ബർ കബീറ. ആളുകൾ വിചാരിച്ച് തെറ്റ് ചെയ്താൽ മാത്രമുള്ള ഒന്നാണെന്ന്. ചില ആളുകൾക്കൊക്കെ അങ്ങനെ തെറ്റിദ്ധാരുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം നിസ്കരിച്ചു, സലാം വീട്ടി, ഉടനെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് 3 തവണയാ. നമ്മളെന്താ തെറ്റാണോ ചെയ്തത്? അല്ലല്ലോ, ഇബാദത്തല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാറും തൗബയും ഇബാദത്താണെന്ന് എങ്കിലും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാകണം. ശരി, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, അക്തിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുറുഖികും വഫീ അസ്വാഖികും വഫീ മജാലിസികും വഅയ്നമാ കുൻതും. നിങ്ങളുടെ വീടുകളിലും, നിങ്ങളുടെ തീന്മേശകളിലും, നിങ്ങളുടെ വഴികളിലും, നിങ്ങളുടെ അങ്ങാടികളിലും, നിങ്ങളുടെ സദസ്സുകളിലും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം, പാപമോചന പ്രാർത്ഥന നടത്തണം. എന്താ മെച്ചെന്നറിയോ? ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. കാരണം എപ്പോഴാണ് മഗ്ഫിറത്ത് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത റസൂൽ 100 തവണ ഇസ്തിഗ്ഫാർ. ദിവസേന 100-ലധികം തെറ്റുകൾ സംഭവിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ഇസ്തിഗ്ഫാറെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എത്ര മോശക്കാരാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ ഭാഗമാക്കണം. തൗബയും ഇസ്തിഗ്ഫാറും ജീവിതത്തിന്റെ ഭാഗമാക്കണം. ശരി, ഈ ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ടുള്ള ആത്മീയ ഗുണങ്ങളെപ്പോലെ തന്നെ ഭൗതികമായൊരു ഗുണമാണ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ റബ്ബ് നമ്മുടെ ഉപജീവന മാർഗം വിശാലമാക്കി തരുമെന്ന്. നമ്മളെ മർമ്മം വിഷയത. നമ്മൾ റബ്ബിനോട് എത്ര കണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നോ, എത്ര കണ്ട് തൗബ നിർവഹിക്കുന്നോ, അത്ര കണ്ട് നമ്മുടെ ഉപജീവന മാർഗം സേഫാകും. അതിൽ ബറക്കത്തുണ്ടാകും, അതിൽ വർധനവുണ്ടാകും, അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകും. ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞതാണ്. പിന്നാരെ പറഞ്ഞറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിന്റെ 3-ാമത്തെ ആയത്ത്. ഒരു നബി തന്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്താ പറഞ്ഞറിയോ? വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ വയുഅതി കുല്ലദീ ഫദ്ലിൻ ഫദ്ല. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അപ്പൊ ഇസ്തിഗ്ഫാർ നടത്താൻ തൗബയുണ്ടാവണം. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്, നബി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിർണിതമായ അള്ളാഹു കണക്കാക്കിയ ഒരവധി വരെ അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ഉത്കൃഷ്ട ഗുണമുള്ള എല്ലാവർക്കും അവനവന്റെ അനുഗ്രഹം നൽകുന്നതുമാണ്. ഇനിയോ വഇൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ.
നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു എന്നാണ്. ഇവിടെ റബ്ബ് ഉപയോഗിച്ചൊരു വാക്കെന്നൊരു അള്ളാഹ് പറഞ്ഞൊരു വാക്കെന്താ യുമത്തിഉകും മതാഅൻ ഹസന. അള്ളാഹു നിങ്ങളെ നല്ല സുഖജീവിതം അനുഭവിപ്പിക്കുന്നു പറഞ്ഞാൽ ഐ യുഅശീകും ഐശൻ ഹസനൻ ഫീ ഖഫ്ദിൻ വദഅത്തിൻ വഅംനിൻ വസഅത്തിൻ. നിങ്ങൾക്ക് അള്ളാഹു നല്ല സുഖജീവിതം അനുഭവിപ്പിക്കുന്നു പറഞ്ഞാൽ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത് നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിപ്പിക്കും, അഥവാ സൗമ്യതയുടെയും ശാന്തിയോടെയും സുരക്ഷയോടെയും വിശാലതയോടും കൂടിയ ഒരു ജീവിതം, സമാധാനത്തിലുള്ള സ്വസ്ഥതയിലുള്ള നിർവൃതിയിലുള്ള മനസ്സംതൃപ്തിയിലുള്ള ഒരു ജീവിതം. എന്തേ പറയേണ്ട വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഒറ്റ വാക്ക്. ഒരാൾക്ക് അറബി അറിയില്ലേ, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ലഫ്ളും പരിചയമില്ലേ, എങ്കിലും അയാൾ മനസ്സറിഞ്ഞ് പറയാം, അല്ലാഹുവേ എനിക്ക് പുറത്തു തന്നാലും എനിക്ക് മാപ്പാക്കിയാലും ഞാൻ നിന്നിലേക്ക് ഇതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് പച്ച മലയാളത്തിൽ. മലയാളം അറിയില്ലേ, പറയാനും അറിയില്ലേ, എങ്കിൽ ഖൽബ് കൊണ്ടെങ്കിലും അത് മദീനാണ്, അത് മതിയാകും ഇൻഷാ അല്ലാഹ്. ഖാല ബഅദുഹും, പണ്ഡിതന്മാർ ചിലർ പറയണം, അൽ ഐസുൽ ഹസൻ ഹുവ അർളിദാ ബിൽ മൈസൂർ വസ്സബ്റു അലൽ മഖ്ദൂർ. ഐസുൽ ഹസൻ, നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നതിൽ അയാൾ സംതൃപ്തനാകും. സുബ്ഹാനല്ലാഹ്. മുതലാളിക്കും പണക്കാരനും പണിക്കാരനും വീട്ടുടമക്കും വീട്ടിലെ നായകനും മക്കൾക്കും മുഴുവനും ഇല്ലാത്തതാണ് റിള, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലായ്മ. അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അറിയോ? മനസ്സംതൃപ്തി ഉണ്ടാകുന്നതാണ്. എത്രയാണെങ്കിലും 3 നേരമല്ല 2 നേരെ 1 നേരെ കഴിക്കാനുള്ളതെങ്കിലും മനസ്സമാധാനം ഉണ്ടാകുന്നു. പിന്നെയോ അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുകയും ചെയ്യുമെന്ന്. അതാണ് യുമത്തിഉകും മതാഅൻ ഹസന എന്ന് പറഞ്ഞാൽ. എത്രത്തോളം? ഇലാ അജലിൻ മുസമ്മ, ഇലാ അജലിൻ മുസമ്മ, നിശ്ചിതമായൊരു കാലാവധി വരെ എന്ന് പറഞ്ഞാൽ ഐ ഇലാ ഹീനിൽ മൗത്ത്, മരണം വരെയുള്ള സമയത്തോളം. ഒരാൾക്ക് എപ്പോഴാണ് അല്ലാഹ് മരണം കണക്കാക്കിയത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ? അത് ഈ മെമ്പർമെന്ന് എത്രയോ നമ്മൾ സംസാരിച്ചിട്ടില്ലേ? ആ മരണം എപ്പോഴാണോ റബ്ബ് കണക്കാക്കുന്നത് അത്ര കാലം സമാധാനത്തിലും സ്വസ്ഥതയിലും നിർവൃതിയിലുമുള്ള ഒരു ജീവിതം. ആധുനിക ലോകത്ത് അറിയപ്പെട്ട മുഫസ്സിറാണ് അല്ലാമ മുഹമ്മദുൽ അമീൻ അശ്ശൻഖീതി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തഫ്സീറാണ് അൽ അളവാഉൽ ബയാൻ. അതിൽ അദ്ദേഹം ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് പറയാണ്, വല്ലാഹിറു അന്നൽ മുറാദ ബിൽ മതാഇൽ ഹസൻ, മതാഇൽ ഹസൻ, നല്ല സുഖാനുഭവം കിട്ടുന്നു പറഞ്ഞാൽ സഅത്തുർ റിസ്ഖ് വറഗദുൽ ഐഷ് വൽ ആഫിയത്തു ഫിദ് ദുനിയ, ധാരാളം ഉപജീവന മാർഗം ഉണ്ടാകും ദുനിയാവിൽ. റിസ്ഖിന്റെ മാർഗം വിശാലാക്കി തരും. പിന്നെ സുഖപ്രദമായ ഒരു ജീവിതം ഉണ്ടാകും. പിന്നെയോ ദുനിയാവിൽ സൗഖ്യവും നൽകുമെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സമാധാനത്തിലുള്ള ജീവിതം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപവും അതുപോലെ ഇസ്തിഗ്ഫാറും ഒക്കെ ഉള്ളവർക്ക് മരണം വരെയും, ഈ വാക്കുകളെ കുറിച്ച് ചോളി, ഏതെങ്കിലും കാരണത്താൽ ഞാൻ ഈ നേരം പറഞ്ഞതൊക്കെ ഉറങ്ങിയോ അശ്രദ്ധരായോ കേട്ടിട്ടില്ലെങ്കിൽ ഇതെങ്കിലും ഒന്ന് കേൾക്കുക. മരണം വരെ സംതൃപ്തിയും മനസ്സമാധാനവും സുരക്ഷയും നിറഞ്ഞ ഒരു നല്ല ജീവിതം അള്ളാഹു നൽകുമെന്നാണ്. എന്തേ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. എന്തേ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ കലിമത്തുകൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്കുകൂടെ, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം നൂഹ് നബിയുടെ ജീവിതം. അദ്ദേഹത്തിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട മേഖല വിശദീകരിക്കുന്നിടത്ത് 71-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ 10 മുതൽ 12-ാമത്തെ ആയത്ത് വരെ അദ്ദേഹം സമൂഹത്തോട് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഈ ഉപദേശം നിങ്ങൾക്ക് ഹിഫ്ളുണ്ടാവും ചിലപ്പോ. എന്താ ഉപദേശം എന്നറിയോ? അല്ലാഹ് പറയാണ്, فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. എന്നിട്ട് പറഞ്ഞ വാക്കാണ് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. ആ വാക്കിന് തന്നെ ഒരു വഖാറുണ്ട്. അതിനുശേഷം പറഞ്ഞ വാക്കാണ്. എന്താ ഇവിടെ പറഞ്ഞത്?
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക, തീർച്ചയായിട്ടും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാകുന്നു. ഇനി എന്താ അറിയോ? ഒന്നാമത്തത് പാപമോചനമാണ്, ഇസ്തിഗ്ഫാറിന്റെ മെച്ചം. 2, 3, 4 കാര്യങ്ങൾ മുഴുവനും ദുനിയാവാണ്. എന്തൊക്കെ പറയുന്നത്? അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴയെ അയച്ചു തരും, അവൻ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ അവൻ പോഷിപ്പിക്കും, നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരും. നിങ്ങൾ പറയേണ്ടത് ഒറ്റ വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ്. ഒരു വാക്കാണ്. ആ ഒരു വാക്കിന് കിട്ടുന്ന മെച്ചങ്ങൾ വിവിധങ്ങളാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഹാഫിദ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. അതായത് ഇദാ തുബ്തും ഇലല്ലാഹി വസ്തഗ്ഫർതുമൂഹു വഅതഅതുമൂഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്താൽ കസുറ റിസ്ഖു അലൈക്കും وأسقاكم من بركات السماء وأنبت لكم من بركات الأرض وأنبت لكم الزرع وأدر لكم الضرع وأمدكم بأموال وبنين أي أعطاكم الأموال والأولاد. يا الله, എന്തൊക്കെയാ പറയുന്നറിയോ? ഇതെല്ലാം ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, വെറുതെ പറയല്ല. അവൻ അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനത്തെ വർദ്ധിപ്പിച്ചു തരും. എന്ത് പറഞ്ഞാൽ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ റിസ്ഖ് വിശാലാകും. പറ്റിക്കണ്ട, തട്ടിപ്പ് നടത്തണ്ട, ചൂഷണം വേണ്ട, പലിശ വേണ്ട, ആളുകളെ പറ്റിക്കണ്ട, പഴയ സാധനം പുതിയതാന്ന് പറഞ്ഞു കൊടുക്കണ്ട. അല്ലാഹ് എല്ലാം എളുപ്പാക്കി തരും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അസ്തഗ്ഫിറുല്ലാഹ്. അത് മാത്രം പറഞ്ഞാൽ മതി, ആത്മാർത്ഥമായി പറഞ്ഞാൽ മതി. പിന്നെയോ മഴ സമൃദ്ധമായി ലഭിക്കും, ഭൂമിയിൽ വിഭവങ്ങൾ മുളക്കും, കൃഷിയിൽ ഐശ്വര്യം കൈവരും, കന്നുകാലികളുടെ അകിടുകൾ പാലുകൊണ്ട് സമൃദ്ധമാകും, സമ്പത്തിലും സന്താനങ്ങളിലും വർധനവുണ്ടാകും. വജഅല ലക്കും ജന്നാത്തിൻ ഫീഹാ അൻവാഅ തിമാർ വഖല്ലലഹാ ബിൽ അൻഹാരിൽ ജാരിയത്തി ബൈനഹാ. വല്ലാത്ത വാക്കാണ്. നിങ്ങൾക്ക് വൈവിധ്യമാർന്ന തോട്ടങ്ങളും വിഭിന്നമായ ഫലങ്ങളും ലഭിക്കും, അവക്കിടയിലൂടെ ഒഴുകുന്ന പുഴകളും അല്ലാഹു നൽകുമെന്ന്. അല്ലാഹു അക്ബർ. വല്ലാത്ത വാക്കുകളാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്തും മറ്റു പല ആയത്തുകളെയും വേറെ ചില ഹദീത്തുകളൊക്കെ ഒരുമിച്ച് ജംഅ് ചെയ്തിട്ട്, ക്ലബ് ചെയ്തിട്ട്, യോജിപ്പിച്ചിട്ട് പണ്ഡിതന്മാര് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, 9ഓളം കാര്യങ്ങൾ. അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു വാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തി എന്താ മെച്ചെന്നറിയോ? ആകാശത്തുനിന്ന് മഴ കിട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മഴയെന്നറിയോ? പണ്ഡിതന്മാര് പറയാണ്, അൽ മതറു മഅൽ ബറക. ബറക്കത്തുള്ള മഴ, ഒന്നിച്ചങ്ങട് കൂലം കുത്തി ഒഴുക്കുന്ന മഴയല്ല, നശിപ്പിക്കുന്ന മഴയല്ല, ബറക്കത്തുള്ള മഴ. അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹ് തരുന്നത് സാലിഹായ സന്താനങ്ങളെയാണ്. അൽ അബ്നാഉൻ അബ്നാഉൻ മഅൽ ബറക. അബ്നാഉൻ മഅൽ ബറക, ബറക്കത്തുള്ള മക്കൾ. നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയും, മാവിന്റെ പൂവും വേറെന്തോ ഒന്നും കണ്ടിട്ടും ആശിക്കണ്ടെന്ന്, അല്ലെ? ശരിക്കും നിങ്ങൾക്ക് ആശിച്ചോളി, ധൈര്യമായിട്ട് ആശിക്കാം. എന്ത് നടത്തിയാൽ മതി അറിയോ? രക്ഷിതാക്കളെ നമ്മുടെ റബ്ബിനോട് മനസ്സറിഞ്ഞ് തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയാൽ നമ്മുടെ മക്കൾ അവര് സ്വാലിഹീങ്ങളാകും, ബറക്കത്തുള്ള മക്കളാകും, ബറക്കത്തുള്ള മക്കളാകും. അതുപോലെ ഖുവ്വത്തുൻ ഇലാ ഖുവ്വ ലാ അദാബ്, ശിക്ഷ ഉണ്ടാവൂല, പൊതുവേ ബാധിക്കുന്ന ശിക്ഷകൾ വരൂല, ശക്തിയിലേക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും, ഒരുപാട് നിഅമത്തുകൾ, എല്ലാതും ബറക്കത്തുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വാക്കുകൂടി അതിന്റെ കൂടെ ചേർക്കാൻ, മഹാനായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എവിടെ? നിങ്ങളുടെ വീടുകളിൽ, ഭക്ഷണത്തളികൾക്കരികിൽ, വഴിയോരങ്ങളിൽ, സദസ്സുകളിൽ, അങ്ങാടികളിൽ. നേരത്തെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞ അതേ വാക്ക്. എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകുന്ന. അതുകൊണ്ട് നമ്മൾ പാപമോചനം തേടുന്നവരും അള്ളാഹുവോട് തൗബ ചെയ്യുന്നവരുമാവുക. അതിൻ്റെതായ എന്തൊക്കെ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് അതുകൊണ്ട് നൽകുന്നു, ആ കൂട്ടത്തിൽ കിട്ടുന്ന ഭൗതികമായ ഒരു നിഅമത്താണ് നമ്മുടെ റിസ്ഖ്, ഉപജീവനം. അള്ളാഹു വിശാലാക്കി തരുന്നു. എന്തിനെന്നറിയോ? ഏറ്റവും അധികം ആളുകൾ ആശങ്കിക്കുന്നത് റിസ്ഖിനെ സംബന്ധിച്ചാണ്. ഖളാ ഖദറിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ പോലും പേടിക്കുന്നത് റിസ്ഖിനെ സംബന്ധിച്ചാണ്. ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് എന്റെ കൂടെ പറയട്ടെ,
ശരിക്ക് അള്ള നേരത്തെ കണക്കാക്കിയതാണ്. അതിൽ നിന്ന് ഒരംശം കൂടൂല, ഒരംശം കുറയൂല. എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വല്ലാഹി. അപ്പൊ പണിയെടുക്കണം. അതിനെന്താ പരിശ്രമം? ഏതാ? ആ നേരത്തെ പറഞ്ഞ ആയത്തിനെ വെച്ചിട്ട് പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞ ഹലാലിൽ പരിശ്രമിക്കണം. അല്ല നിങ്ങൾക്ക് കണക്കാക്കിയത് അത് കിട്ടും. നിങ്ങൾ ഹലാലിലെ പരിശ്രമിക്കാവും. നമ്മളിങ്ങനെ എറിയാണ്, അവിടെ എത്ര കണ്ടിട്ട് ഇവിടുന്ന് എറിയാണ്. പൈസ അല്ലേ, കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് തരാണ്ടല്ലോ. പോണ്ടട്ടോ, എങ്ങനെ പോയിട്ടും കാര്യമില്ല. അല്ല ആദ്യേ കണക്കാക്കി ഒക്കെ പെട്ടിയാക്കി വെച്ച് റെഡിയാക്കി വെച്ചിട്ട് അതിലുള്ളത് തന്നെ കിട്ടുള്ളൂ. അതാണ് പിന്നെ ഉമ്മാന്റെ വയറ്റിലാവുമ്പോ മലക്കിനെ വിട്ടിട്ട് ഊതുന്നത്. ഏത് റിസ്ക് അവിടെ കണക്കാക്കിയത് അതന്നെ കിട്ടുള്ളൂ. ഹലാലും ഹറാമും നോക്കാതെ ജീവിച്ചാലും അധികവുല. ഹലാല് മാത്രം നോക്കി ജീവിച്ചത് കൊണ്ട് കുറവാവൂല. അള്ള കണക്കാക്കിയതെന്ന് അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അധ്വാനിക്കണം, തവക്കുൽ ചെയ്തിട്ട് അധ്വാനിക്കണം. എങ്ങനെ? ഹലാലിൽ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. സഫിലിടയിൽ ധാരാളം വിടവുകളുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്നുകൂടി കയറിയിരുന്നാൽ വളരെ ഹൈറ ഇൻഷാ അല്ലാഹ്. എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാണ്, പറയണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും പറയാൻ നിർവാഹമില്ല. ശരിക്കും ഈ ചാരിയിരിക്കുന്ന സംസ്കാരം നമ്മൾ പള്ളിയിൽ ഒഴിവാക്കണം. ദിക്റിന്റെ മജാലിസുകളിലൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊരു നല്ല സംസ്കാരമല്ല. കാര്യപ്പെട്ടിടത്തൊക്കെ നമ്മളങ്ങനെ ചാരിയിരുന്നാൽ ആരും പരിഗണിക്കൂല. അപ്പൊ അള്ളാന്റെ മുന്നിലും അതൊരു ശരിയായ രീതിയല്ല. ഞാൻ അതിന്റെ ഹുക്കുമകളിലേക്കൊന്നും പോണില്ല, പക്ഷെ അതൊരു നല്ല രീതിയല്ല. അതുകൊണ്ട് എപ്പോഴും ആദ്യം വരുന്ന ആൾക്കാർ ആദ്യം, പിന്നെ വരുന്നവര് പിന്നെ, ആദ്യം തന്നെ വരുന്നവർ പുറകിലിരിക്കരുത്. ഞാൻ മുമ്പൊരുക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഓർമ്മിച്ചത് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഉപജീവനം വിശാലമായി ലഭിക്കുന്നതിനുള്ള നിരവധി മാർഗങ്ങൾ അള്ളാഹു അതിന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന രണ്ടാമത്തെ മാർഗം, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര വാജിബുകളും തതവ്വുകളുമായ കാര്യങ്ങളിൽ നമ്മൾ മുഴുകുക എന്നതാണ്. അഥവാ ഇബാദത്തിൽ മുഴുകുക എന്നതാണ്. കാരണം എന്താ അറിയോ, അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മളെ പടച്ചയച്ചത് ഒരൊറ്റ ആയത്തുണ്ട് നമുക്ക് മനസ്സിലായി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ഇല്ലാ ലിയുവഹിദൂൻ എന്നാണ് ഖാലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ, അഥവാ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഐ ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, ഏകത്വം അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്ത് എടുക്കാനാണ് സൃഷ്ടിച്ചത്. ലക്ഷ്യം അതാണ്. ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, സ്വദഖ, തിലാവത്ത്, അതുപോലെ സാമൂഹിക സേവനം, ഇസ്ലാമിക ദഅവത്ത് തുടങ്ങിയ എല്ലാ നന്മകളും അള്ളാഹുവിന്റെ റിള മാത്രം കാംക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവോടെ, ചര്യയോടെ അവിടുത്തെ ഇത്തിബാ ചെയ്ത്, അനുസരിച്ച്, സ്നേഹിച്ച് അങ്ങനെ നിർവഹിക്കുമ്പോൾ മാത്രമേ അതൊരു ഇബാദത്താകും. അവിടെ പ്രധാനമായൊരു പോയിന്റ്, ഉപജീവനം വിശാലമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ആരാധനകളിൽ മുഴുകുക എന്നത്. ഇന്ന് ആളുകൾ പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ, അങ്ങനെ അങ്ങോട്ട് പള്ളിയിൽ തന്നെ ഇരിക്കാൻ പോയാൽ ജീവിതം മുട്ടിപ്പോവും. കുടുംബം പോണ്ടേ. വളരെ ലളിതമായ ആൾക്കാർ പറഞ്ഞൊരു തമാശക്കാണ്. തമാശയായിട്ടൊക്കെ പറഞ്ഞല്ലോ, ഒരു സീരിയസ് ആയിട്ട് തന്നെ പറയും. രണ്ടറ്റം മുട്ടണ്ടെന്നാ ചോദിക്കുക. അങ്ങനെ ഇപ്പൊ എപ്പോ നോക്കിയാലും നിങ്ങളെ മാതിരി കുറച്ച് ഉസ്താദന്മാരെ പോലെ നമുക്ക് ഇങ്ങനെ പള്ളിയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും അവര് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ പറയണം. എന്തറിയോ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനോട് പറയാം. ആ റസൂൽ അറിയോ? മുഹമ്മദ് മുസ്തഫ, ലോകരുടെ നേതാവ്, അഷ്റഫുൽ ഖൽഖ്. അവിടുത്തോട് പറയാണ് 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്ത്. ഇതായത്തിൽ നിന്നറിയോ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നബിയെ, അവിടുന്ന് അവിടുത്തെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും, അങ്ങനെ കൽപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അതിൽ ക്ഷമയോടെ താങ്കൾ അതിൽ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ്. ഇതെല്ലാം വാപ്പാർക്കുള്ളൊരു നസീഹത്ത് കൂടിയാണ്. അവനാന്റെ കുടുംബത്തിൽ ദീന് കൽപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മര്യാദ കൂടി ഇവിടെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഞാൻ നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല, പകരം നാമാണ് നിനക്ക് മുഹമ്മദേ, താങ്കൾക്ക് ഉപജീവനം നൽകുന്നത്. തഖ്വ പാലിക്കുന്നവർക്കാണ് നല്ല ആഖിബത്ത് പര്യവസാനം. ഞാൻ ഈ ആയത്തിന്റെ തഫ്സീർ മാത്രമേ പറയുന്നുള്ളൂ. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പൂർവികരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു വാക്ക് കാണാം.
എന്താ ആയത്തിൽ? ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല, പകരം നാം നിനക്കാണ്, മുഹമ്മദ് താങ്കൾക്കാണ് റിസ്ഖ് നൽകുന്നത്. യഅനി, അതായത് ഈ ആയത്തോട് ഉദ്ദേശിക്കുന്നത് ഇദാ അഖംതസ്സലാത അതാക റിസ്ഖു മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, കണക്കാക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തും. നിസ്കരിച്ചാൽ നിന്റെ റിസ്ക് വർദ്ധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കി നിസ്കരിക്കാൻ പോയുള്ള റിസ്ക് കുറയുന്ന, കച്ചവടം മുടങ്ങുന്നതാണ്. അള്ള പഠിപ്പിക്കുന്നതും അഹ്ലുസുന്ന പഠിപ്പിക്കുന്നതും നീ നിസ്കരിച്ചാൽ നിന്റെ റിസ്ക് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് കച്ചവടക്കാരെ എല്ലാവരോടും പറയാണ് ഞാൻ, അതിൽ കച്ചവടക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും, ഈ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവും, അധ്യാപകരുണ്ടാകാം, അല്ലാത്തവരൊക്കെ ഉണ്ടാകാം. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് 5 വഖത്തും നിർബന്ധമായ ബുദ്ധിയോടെ തന്നെ. കാരണം വുജൂബാണെന്നാണ് ഇമാം ബുഖാരിയുടെ തലക്കെട്ട് ജമാഅത്ത് നിസ്കാരം. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഹുക്മ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് ജുംഹൂറിന്റെ പക്ഷം വുജൂബാണെന്നാണ്. ഇമാം ഷാഫിയെ പോലുള്ള ഒരു ന്യൂനപക്ഷാഭിപ്രായം മാത്രമാണ് മുഅക്കദായ സുന്നത്ത് എന്നുള്ളത്. അതുകൊണ്ട് തെളിവും അത് വുജൂബാണെന്നാണ്. വല്ലാഹു അലം. അപ്പൊ ശരിക്കും 5 വഖത്തും പുരുഷന്മാർ പള്ളിയിൽ, സ്ത്രീകൾക്ക് കഴിയുകയാണെങ്കിൽ വരെ നിർബന്ധമല്ല. അല്ലാത്തൊരു അവനാന്റെ വീട്ടിൽ നിന്ന്, അടുത്ത പള്ളിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെ സ്ഥാപനത്തിൽ അത് ജമാഅത്തായി തന്നെ നിസ്കരിച്ചാൽ അള്ളാഹ് പറയണത് റിസ്ഖ് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, മദീനയിൽ ഉണ്ടായിരുന്ന വലിയ യഹൂദ പണ്ഡിതനാണ്, വലിയ സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, തന്റെ കുടുംബത്തിന് ഞെരുക്കവും പ്രയാസവും ഉണ്ടായാൽ, നബിന്റെ കുടുംബത്തിൽ, തന്റെ കുടുംബത്തിൽ ഞെരുക്കവും പ്രയാസം ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് കൽപ്പിച്ചുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്ത് വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. അപ്പൊ നബി എന്താ ആയത്തെന്ന് മനസ്സിലാക്കി? പ്രശ്നവും പ്രയാസവും നീങ്ങാൻ നിസ്കരിക്കാനാണ്. നമ്മൾ നേരെ തിരിച്ചാ പലപ്പോഴും മനസ്സിലാക്കിയത്. അള്ളാഹും റസൂലും പറഞ്ഞല്ല നമ്മൾ മനസ്സിലാക്കിയത്, സ്വഹാബത്ത് പറഞ്ഞല്ല മനസ്സിലാക്കിയത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കൂടി പറയട്ടെ. അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, നിസ്കാരം നിലനിർത്തിയാൽ അത് റിസ്ഖിനെ നേടിത്തരും, ആരോഗ്യം നിലനിർത്തും, അപകടങ്ങളെ തടയും, രോഗങ്ങളെ അകറ്റി നിർത്തും, ഹൃദയത്തിന് ശക്തി പകരും, മുഖപ്രസന്നതയുണ്ടാക്കും, ശാരീരികമായ ഉന്മേഷമുണ്ടാക്കും, അലസത മാറ്റും. ഇതെല്ലാം ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ വക പറഞ്ഞല്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ ഇത്രയും വാക്ക് പറയാൻ നിങ്ങളുടെ മുന്നിൽ സമയമില്ല, അല്ലെങ്കിൽ അത്രയും ആയത്തെ ദിവസം പറയാം. ഇതൊക്കെ പ്രമാണമാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ കാര്യങ്ങൾ പറയൂ, അവരവരെ അഭിപ്രായം പറയില്ല. വല്ലാഹു അലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്ന ആദം തഫറഗ് ലിഇബാദതി അംല സദ്റക ഗൈനൻ വഅസുദ്ദ ഫഖറക. ഓ ആദമിന്റെ പുത്ര, നമ്മളെല്ലാരും വിളിക്കാണ്, ആദമിന്റെ മക്കളെ, മകനെ, നീ എന്നെ ഇബാദത്തെടുക്കുന്നതിൽ മുഴുകുക, ഇബാദത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുമെന്ന് അള്ളാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ വാദാണെങ്കിലോ, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദുനിയാവിനെ ആഗ്രഹിച്ച് പരലോകത്തെ മാറ്റിവെക്കാണ്, എല്ലാം ദുനിയാവിന് കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ട് നിറക്കും. നേരം വെളുത്ത പിറ്റേന്ന് നേരം വെളുക്കണവരെ ബിസിയാണ്, ഒരു മിനിറ്റ് ഒഴിവില്ല. പക്ഷെ നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയൂല, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയൂല. ആലോചിച്ചൊക്കെ, രണ്ടറ്റം മുട്ടിക്കാനെന്ന പേരിൽ ഓടുന്ന ആളുകളെ പലരും നമ്മൾ കാണാറുണ്ട്. എങ്ങനെ പോയാലും ആ സഹോദരന്റെ പ്രയാസം തീരെ നമ്മൾ കാണൂല. ചില ആൾക്കാർ തീർന്നാൽ പോലും ഇല്ലാന്നേ പറയുള്ളൂ. എത്രയോ മനുഷ്യന്മാരാ എന്താ അവസ്ഥ എന്ന് വെച്ചാ, അങ്ങനെയാണ് പോണു, ഒരു അൽഹംദുലില്ലാന്ന് പോലും പറയാം എന്റെ മനസ്സിന്. നിങ്ങൾ ആലോചിച്ചൊക്കെ, 10ൽ 1 കിട്ടിയാലും അൽഹംദുലില്ലാ പറയണ്ട. അതല്ലേ ഷക്കൂറിന്റെ പ്രത്യേകത. മറ്റേത് കഫൂർ അല്ലേ. ഇത് സുഖമായിട്ട് മുന്നോട്ട് പോയാലും പറയാ, എന്താ നിങ്ങൾക്കറിയില്ല, ബിസിനസ് ഒക്കെ മോശമാണ്, ഒന്നും നടക്കണില്ല. ഒരു നന്ദിയില്ലാത്ത വർത്താനം മനുഷ്യന്മാര് പറയും. എന്നിട്ടോ ഓന്റെ രണ്ടറ്റം മുട്ടില്ല, ഓന്റെ മുന്നിൽ ഒന്നും കഷ്ടപ്പാട് തിരിയില്ല. അതായത് അവസാനിപ്പിക്കാണ്, ശ്രദ്ധ ദുനിയാവിൽ മാത്രമാണ്.
ആരാധനയല്ലാത്ത എല്ലാറ്റിനും അയാൾ ശ്രദ്ധാലുവാണ്. അതിനാൽ അയാളുടെ ഹൃദയം എപ്പോഴും അസംതൃപ്തി നിറഞ്ഞതാണ്. സമ്പത്തിലെ ബറക്കത്തില്ലാതാവുകയും പരാധീനതകൾ ബാക്കിയാവുകയും ചെയ്യും. ഇതാണ് അതിന്റെ പ്രശ്നം. ഇതാണെന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദുനിയാവ് നമുക്ക് അനുകൂലമാകാൻ, മഈശത്ത് വിശാലാകാൻ നമ്മുടെ ഇബാദത്തുകൾ, അല്ലാഹു പഠിപ്പിച്ച ഇബാദത്തുകൾ കൊണ്ട് നാം നമ്മെ സജീവരാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഖുതുബയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള ഒരു കാര്യം മാത്രം മിമ്പറുമെന്ന് പറയില്ല എന്ന് വെച്ചാലും പറയാണ്. ഇൻഷാ അല്ലാഹ് ഖുതുബ കഴിഞ്ഞാൽ പുറകിൽ ബക്കറ്റ് ഇട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും. ഒന്നുമല്ല, നമ്മുടെ പള്ളിയുടെ നിത്യമായ കാര്യങ്ങൾ നടന്നു പോകാനുള്ള അതിന്റെ ചെലവിലേക്കുള്ള ഒരു സംഭാവനയാണ്. അള്ളാഹിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവൻ അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഹലാലും തയ്യിബുമായ ഒരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹറാമുകളിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഇണകളിൽ മക്കളിൽ നമുക്ക് സംതൃപ്തി പ്രദാനം ചെയ്യുമാറാവട്ടെ, കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ അള്ളാഹുർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.